ഹലോ എവരിവൺ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കറക്ഷൻ പറയാനുണ്ടായിരുന്നു. അതായത് നമ്മൾ റൂട്ട് എക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റൂട്ട് എക്സ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസും ആണ്. പക്ഷേ ലിപ്സ്കിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ലിപ്സ്കിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരേ ഒരു ഫംഗ്ഷൻ അല്ല, ഒരു ഫംഗ്ഷന് എക്സാമ്പിളാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്, ലിപ്സ്കിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഇനി അതായത് കണ്ടിന്യൂസ് ആണ് പക്ഷെ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് അല്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കാൻഡർ ഫംഗ്ഷനാണ് കേട്ടോ. കാൻഡർ സെറ്റ് ഫംഗ്ഷൻ ഇല്ലേ, അത് എന്തല്ല, അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് അല്ല, പക്ഷെ അത് കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്തത് നമുക്ക് തിയറം 8 ആണ് കേട്ടോ. തിയറം 8 എന്താ പറയുന്നത്? ലെറ്റ് the function f be absolutely continuous on the closed and bounded interval ab, then f is the difference of increasing absolutely continuous function and in particular is of bounded variation. എന്താ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? എഫ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫിനെ രണ്ട് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും ഇൻക്രീസിങ്ങുമായിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കൂടാതെ എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷനും ആയിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? കാരണം നമുക്ക് ഓൾറെഡി ഒരു ലെമ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണ്, എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡും ആണ് എങ്കിൽ എഫിനെ രണ്ട് ഇൻക്രീസിങ് ഫങ്ഷൻസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ലെമ്മ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് എന്താ നോക്കുക? എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലെയിം. അപ്പോൾ എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് മക്കളെ പ്രൂവ് ചെയ്യുക? ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് ബൗണ്ടഡ് വേരിയേഷൻ എന്ന് എപ്പോഴാണ് പറയുക? ടി വി ഓഫ് എഫ് അല്ലേ? ടോട്ടൽ വേരിയേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആണ്. അപ്പോൾ നമുക്കിത് കാണിക്കാനുള്ളത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഫൈനൈറ്റ് ആണെന്നാണ്. ടോട്ടൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേരിയേഷനുകളുടെ സുപ്രീമം. വേരിയേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to എന്താണ് പാർട്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. ഇതായിരുന്നു വേരിയേഷനുകൾ വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ പാർട്ടീഷൻ. ഇങ്ങനത്തെ പല പാർട്ടീഷൻ്റെ വേരിയേഷൻ എടുക്കും, അതിൻ്റെ സുപ്രീമാണ് ടോട്ടൽ വേരിയേഷൻ. അപ്പോൾ ടോട്ടൽ വേരിയേഷന് കറസ്പോണ്ടിങ് ടോട്ടൽ വേരിയേഷൻ എന്താണെന്ന് കാണിച്ചാൽ മതി. ഫൈനൈറ്റ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും എഫ് ബൗണ്ടഡ് ആണെന്ന്. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിട്ടില്ലേ? എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു നമുക്ക് ഉള്ളത്? ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് ആയിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. സമ്മേഷൻ k varies from 1 to n ak bk less than delta, which implies എന്തായിരുന്നു? സമ്മേഷൻ k varies from 1 to n mod f of bk minus f of ak less than epsilon. ഇതായിരുന്നു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുത്തു? എപ്സിലോൺ ആയിട്ട് 1 എടുത്തു. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് എപ്സിലോൺ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവറി ഫൈനൈറ്റ് ഡിസ്ജോയിൻ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് സെറ്റ് എ കെ ബി കെ
നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to n, bk minus ak less than delta implies summation k varies from 1 to n, f of bk minus f of ak less than എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞത് നമ്മുടെ 1 ആണ്. ഇനി നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ലേ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഉണ്ട്. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എൻ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ് ഇൻ്റർവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഒരു C1 D1, അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടതായിരിക്കുന്നത്, C2 D2, അങ്ങനെ C3 D3 എക്സെട്ര CK DK, അല്ലെങ്കിൽ CN DN. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ N, ഇത് ക്യാപിറ്റൽ N ആണ്, N ക്ലോസ്ഡ് സബ് ഇൻ്റർവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ സബ് ഇൻ്റർവലും നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന രീതിയിൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു. സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു സബ് ഇൻ്റർവലിന് എടുത്തു. ഒരു സബ് ഇൻ്റർവലിന് എടുത്തിട്ട് എനിക്ക് ഇതിൽ പാർട്ടീഷൻസ് ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഇതിൽ പാർട്ടീഷൻസ് ഉണ്ടാക്കി. ഈ ഒരു ഫുൾ സബ് ഇൻ്റർവലിൽ നിന്ന് ഒരൊറ്റ സബ് ഇൻ്റർവലിന് എടുത്ത് അതിനെ പാർട്ടീഷൻസ് ഉണ്ടാക്കി. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പി ഡാഷ് എന്ന് വിളിച്ചു. അതിനെ നമ്മൾ പി ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവലിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ സി കെ ഡി കെനെ ഒരു സബ് ഇൻ്റർവൽ എടുത്തു. അതിൽ പി ഡാഷ് എന്ന് പറയുന്ന പാർട്ടീഷൻസ് എടുത്തു. അപ്പോൾ നമുക്കറിയാം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ സമ്മേഷൻ അല്ലേ, കെ വേരീസ് ഫ്രം 1 to n മോഡ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇവിടുത്തെ എപ്സിലോൺ 1 ആയിരുന്നു. അപ്പോൾ ആ സമ്മേഷൻ ടേമിലുള്ള സാധനം തന്നെയല്ലേ നമ്മുടെ വി പി, ഇവിടെ വി പി ഡാഷ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ വി പി ഡാഷ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ 1 ലെസ്, അതായത് പാർട്ടീഷൻ എടുക്കുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 1 എന്താണ്? അവിടുത്തെ അപ്പർ ബൗണ്ട് ആണ്. 1 ഒരു അപ്പർ ബൗണ്ടാണ്. അപ്പോൾ നമുക്കറിയാം സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലേ. അപ്പർ ബൗണ്ട് ബാക്കിയുള്ള അപ്പർ ബൗണ്ടിനെക്കാട്ടും ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ TVF എന്ന് പറയുന്നത് സുപ്രീമാണ്. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഒരു പാർട്ടീഷൻ, അതായത് ഒരു സബ് ഇൻ്റർവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് TVF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് ഇങ്ങനത്തെ n സബ് ഇൻ്റർവൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെസ് ദാൻ 1 ആണ് TVF, ഇതിൻ്റെ ലെസ് ദാൻ 1 ആണ് ഇതിൻ്റെ. അപ്പം മൊത്തത്തിലുള്ളതിൻ്റെ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് ഇതിൻ്റെ എല്ലാം കൂടി സം കൂട്ടുമ്പോഴല്ലേ ഫുൾ കിട്ടുക. അപ്പോൾ അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N, അതായത് നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസിനെക്കാട്ടും ചെറുതായിരിക്കും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ TVF ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലേ. TVF ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണെന്ന് പറയും. ഇനി നമുക്കറിയാം നമ്മുടെ ലെമ്മ പ്രകാരം എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണ്. എഫ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡും ആണെങ്കിൽ എഫിനെ 2 ഇൻക്രീസിങ് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി വി എഫ് ഓഫ് എ എക്സ് മൈനസ് ടി വി എഫ് ഓഫ് എ എക്സ്. അപ്പോൾ ഇതിൻ മൈനസ് ഇത്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ നോക്കട്ടെ മക്കളെ. എഫ് ഓഫ് എക്സ് ഇനി നമുക്ക് എന്തുകൂടി പ്രൂവ് ചെയ്താൽ മതി? ഈ കാണുന്ന സാധനം TVF അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് കൂടി പ്രൂവ് ചെയ്താൽ പോരെ. കാരണം എഫ് ഓഫ് എക്സ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. TVF അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആവും. അപ്പോൾ ഇതും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് TVF അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ടോട്ടൽ വേരിയേഷൻ ഓഫ് എ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എഫ് ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ ഏതൊരു എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എപ്സിലോൺ ബൈ 2 എടുത്തു. എപ്സിലോൺ ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടും. ഫോർ എവറി
ഡിസ്ജോയിൻറ്റ് കളക്ഷൻ. ഇത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ സി കെ ഡി കെ വേരീസ് ഫ്രം 1 to n ഓഫ് എ ബി. Then summation k varies from 1 to n dk minus ck less than delta implies summation k varies from 1 to n f of dk minus f of ck less than epsilon by 2. അപ്പോൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ ഓരോ ഇവിടുത്തെ നമ്മുടെ ഡിസ്ജോയിൻറ്റ് ഇൻ്റർവൽസിൻ്റെ കളക്ഷൻ ഇല്ലേ, അതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവൽ എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ഇത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഓരോ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി പി എഫുകൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി പി എഫിൻ്റെ സം എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. വി പി എഫുകൾ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണല്ലോ. അപ്പോൾ എപ്സിലോൺ ബൈ 2 അതിൻ്റെ അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ സുപ്രീമം അതിനേക്കാട്ടും ചെറുതോ ഈക്വലായിരിക്കും. അപ്പോൾ വിക്ക് പകരം ടി വി മാറ്റിയ ടോട്ടൽ വേരിയേഷൻ മാറ്റിയാൽ അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. എപ്സിലോൺ ബൈ 2വിനെക്കാട്ടും എപ്പോഴും വലുതാണ് എപ്സിലോൺ. അപ്പോൾ നമുക്ക് സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to n ടി വി ഓഫ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ ടി വി ഓഫ് സി കെ ഡി കെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുക, ഇതാണല്ലോ നമ്മുടെ ഇൻ്റർവെല്ല്. ഇതാണ് എ, ഇതാണ് സി കെ, ഇതാണ് ഡി കെ, ഇതാണ് നമ്മുടെ ബി. അപ്പോൾ നമുക്ക് സി കെ ഡി കെ കിട്ടാനിട പിള്ളേരെ നമുക്ക് എ ഡി കെന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, എ സി കെ മൈനസ് ചെയ്താൽ പോലെ. അപ്പോൾ ടി വി എഫ് ഓഫ് സി കെ ഡി കെനെ നമുക്ക് എന്തെന്ന് എഴുതാം, ടി വി എഫ് ഓഫ് എ ഡി കെ മൈനസ് ടി വി എഫ് ഓഫ് എ സി കെ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to n ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഡെൽറ്റ. ദെൻ സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to n ടി വി ഓഫ് എഫ് ഓഫ് അല്ലേ, എഫ് ഓഫ് സി കെ ഡി കെ ആയിരുന്നു. അതിന് നമ്മൾ എന്ത് എഴുതി, ടി വി ഓഫ് എഫ് ഓഫ് എ ഡി കെ മൈനസ് ടി വി ഓഫ് എഫ് ഓഫ് എ സി കെ. ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാ, ടോട്ടൽ വേരിയേഷൻ അല്ലേ. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആവുന്ന കേസിന് പകരം ഇവിടെ ടി വി ആയിട്ട് മാറി. അതായത് ടോട്ടൽ വേരിയേഷൻ എന്തായി, അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്ലെയിം 1ഉം ക്ലെയിം 2ഉം പ്രകാരം നമുക്ക് എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണ്. എഫിനെ 2 അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൻസ് ദ തിയറം